എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതകം തടസ്സം കൂടാതെ ലഭിക്കുന്നതിന് KYC നിർബന്ധമാക്കിയിരിക്കുകയാണ്. ജൂലൈ 31-നകം KYC നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്ത ഗാർഹിക ഉപഭോക്താക്കൾക്ക് പാചക വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇന്ത്യൻ, ഭാരത് ഗ്യാസ്, HP തുടങ്ങിയ കമ്പനികളുടെ KYC നടപടിക്രമങ്ങൾ അവർ പുറത്തിറക്കിയിട്ടുള്ള മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ഫേസ് സ്കാൻ ചെയ്ത് എങ്ങനെ പൂർത്തിയാക്കാം എന്നതിൻ്റെ വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. ഈ മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് തന്നെ KYC നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാവുന്നതാണ്. ആ വീഡിയോകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവയുടെ ലിങ്കുകൾ മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലും കൂടാതെ ഫസ്റ്റ് കമൻറ്റിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. ജൂലൈ 1 മുതലാണ് LPG ഉപയോഗവുമായി ബന്ധപ്പെട്ട പല നിബന്ധനകളിലും മാറ്റം വന്നതായി ഗ്യാസ് ഏജൻസികൾ അറിയിച്ചിരുന്നത്. ജൂലൈ 31-നകം KYC നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാതിരുന്നാൽ തുടർന്ന് ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിന് തടസ്സങ്ങൾ നേരിടും എന്നാണ് ഗ്യാസ് ഏജൻസികൾ പറയുന്നത്. അതേസമയം നിലവിൽ KYC ചെയ്ത്, അതായത് ഫേസ് സ്കാൻ ചെയ്ത് കൃഷ്ണമണിയുടെ ഘടന പരിശോധിച്ച് KYC നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ളവർക്ക് വീണ്ടും KYC ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മൊബൈൽ ആപ്പിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് KYC ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുകയും ചെയ്യാവുന്നതാണ്. പാചകവാതക ഉടമ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിയമാനുസൃത അവകാശിയുടെ പേർക്ക് ഉടമസ്ഥാവകാശം മാറ്റിയതിനു ശേഷം KYC ചെയ്യേണ്ടതും നിർബന്ധമാണ്. പാചകവാതക കണക്ഷൻ ഉടമ സ്ഥലത്തില്ലെങ്കിലും അല്ലെങ്കിൽ പ്രവാസിയാണെങ്കിലും നിയമാനുസൃത അവകാശികളുടെ പേരിലേക്ക് ഉടമസ്ഥാവകാശം മാറ്റിയതിനു ശേഷം ബയോമെട്രിക് KYC ചെയ്യേണ്ടതാണ്. ഇവ സംബന്ധിച്ചുള്ള വിശദമായ വീഡിയോകളും ചാനലിൽ ലഭ്യമാണ്. ഇവയൊക്കെ LPG KYC എന്ന പ്ലേലിസ്റ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെയും ലിങ്ക് കൊടുത്തിരിക്കാം. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഉപഭോക്താക്കളും എല്ലാ വർഷവും സബ്സിഡി ലഭിക്കുന്ന ഉപഭോക്താക്കളും ഓരോ വർഷവും KYC ചെയ്യേണ്ടുന്നത് നിർബന്ധമാണ്. പ്രവാസികളായ പലരും കമൻറ്റിൽ വിദേശത്തിരുന്ന് KYC നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാമോ എന്ന് ചോദിക്കാറുണ്ട്. വിദേശ രാജ്യങ്ങളിലിരുന്ന് ഈ ഒരു ആപ്പ് പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഉടമസ്ഥാവകാശം മാറ്റി KYC നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടുന്നത്. ഇതുവരെയും LPG KYC ചെയ്യാത്തവരൊക്കെയും KYC നടപടിക്രമങ്ങൾ ജൂലൈ 31-നകം പൂർത്തീകരിക്കേണ്ടുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ഗ്യാസ് ഏജൻസികളായ ഇന്ത്യൻ, ഭാരത് ഗ്യാസ്, HP തുടങ്ങിയവയുടെ മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ KYC ചെയ്യുന്ന വിശദമായ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ഇവ കൂടാതെ KYC ചെയ്യുമ്പോഴുണ്ടാകുന്ന സംശയങ്ങൾ ദൂരീകരിക്കത്തക്ക വീഡിയോകളും ചാനലിൽ ലഭ്യമാണ്. ഇവയുടെയൊക്കെ ലിങ്കുകൾ മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലും ഫസ്റ്റ് കമൻറ്റിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.